നല്ല വചനം നമ്മുടെ ജീവിതത്തിനകത്ത് തീർച്ചയായിട്ടും ക്രിയ ചെയ്യും. ദൈവവചനം 100 മേനി ഫലം പുറപ്പെടുവിക്കും. ഹല്ലേലൂയ. ജീവിതത്തിനകത്ത് എവിടാണോ ശൂന്യതയുള്ളത് അവിടെ ദൈവവചനം വീഴുമ്പോ സ്തോത്രം അവിടെ നിറവുണ്ടാകും. ഹല്ലേലൂയ. ശൂന്യത മാറും. സ്തോത്രം. ഹല്ലേലൂയ. എവിടാണോ ജീവിതത്തിനകത്ത് ഇരുളുള്ളത് ആ ഇരുട്ട് മാറും. ഹല്ലേലൂയ. അന്ധകാരം മാറ്റും. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ കർത്താവ് അത്ര അത്ഭുതമാണ്. തൻ്റെ വചനം അത്ര വലുതാ. ഹല്ലേലൂയ. സ്തോത്രം. മകന്റെ ദൈവവചനം അല്പസമയം ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിനകത്ത് 1-ാം വാക്യം തൊട്ട് 11-ാം വാക്യം വരെ ഭയങ്കര നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം അതിനകത്ത് കിടപ്പുണ്ട്. ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു സംഭവം കിടപ്പുണ്ട്. നമ്മൾ അതിനകത്ത് കാണുന്നു, ഒരു സ്ത്രീ, അവള് വ്യഭിചാര കുറ്റത്തിൽ അവളെ പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് അവളെ വെറും മൃഗങ്ങളെ ഓടിക്കുന്നതിനപ്പുറം അതിലും കഷ്ടമായിട്ട് അവളെ ഓടിച്ച് കൊണ്ടുപോകുന്ന ഒരു ജനത്തിനെ നമുക്ക് കാണുന്നു. അപ്പൊ അവിടെ 2 തരം കൂട്ടരെ കാണുന്നു. ഒന്ന്, കുറ്റത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ. അവളുടെ അവസ്ഥയൊന്ന് ഓർത്തു നോക്കണം. അതിനകത്ത് ഏറ്റവും ഭയങ്കര രസം, ഈ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെടുന്ന ഒരാളല്ല, 2 പേര് അല്ലേ? ഒരു സ്ത്രീയും കാണണം, ഒരു പുരുഷനും കാണണം. പക്ഷെ നമ്മളവിടെ കാണുന്നു, അതിനകത്ത് ആ പുരുഷനെ അവര് കാണിക്കുന്നില്ല. അവിടെ ഇല്ല. അത് ആ മനുഷ്യൻ ഫ്രീ ആയിട്ട് രക്ഷപ്പെട്ടു പോയി. അയാളെ ഒന്നും ചെയ്യുന്നില്ല, അയാളെ കുറ്റപ്പെടുത്തുന്നില്ല, അയാളെ ജനം ഓടിച്ച് നായ്ക്കളെ ഓടിക്കുന്നത് പോലെ ഓടിക്കുന്നത് നമ്മൾ കാണുന്നില്ല. അവിടെ നമ്മൾ കാണുന്ന ആ സ്ത്രീയെ മാത്രം ഓടിക്കുന്നു. ആ സമൂഹത്തിന്റെ വികൃതമായ മനോഭാവം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? ഇന്നും എത്രയോ സമൂഹങ്ങളില്, എത്രയോ ആൾക്കാരുടെ ഇടയില്, എത്ര വളർന്ന സമൂഹങ്ങളാണെന്ന് പറഞ്ഞാലും എത്രയോ അതിന്റെ ഇടയില് സ്ത്രീകളെ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ഒരുമിച്ച് റെസ്പോൺസിബിലിറ്റീസ്, ഭാരങ്ങളൊന്നും വഹിക്കാതെ സ്ത്രീക്ക് മാത്രം ഏറ്റവും കൂടുതൽ ഭാരം കൊടുക്കുകയും ഒക്കെ എന്തുമാത്രം നമ്മള് സഹോദരിമാരുടെയൊക്കെ കണ്ണുനീരിനെ കാണുന്നു. എത്ര സങ്കടങ്ങൾ നമ്മൾ കേൾക്കുന്നു, പല കാര്യങ്ങളല്ലേ. അന്നും സമൂഹം ഇതേപോലൊക്കെ തന്നെയായിരുന്നല്ല. അവിടെ നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. As he was speaking, John chapter 8 verse number 3, as he was speaking, the teachers of religious law and the Pharisees brought a woman who had been caught in the act of adultery. They put her in front of the crowd. എന്ന് വായിക്കാം. യേശുവിരുന്ന് അവരെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. ആമേൻ. സ്തോത്രം. ഒരുപാട് അറിവും ജ്ഞാനവും ഉള്ള ഒരു കൂട്ടരായിരുന്നു. ഫരിശ്യരും നിയമ പണ്ഡിതന്മാരും എല്ലാരും കൂടെ വന്നിട്ട് ഈ സ്ത്രീയെ പിടിച്ച് ജനത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. അവളുടെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിക്കുക അല്ലേ? നാണക്കേടും കൊണ്ട് ഒരു പരിവമായിട്ടുണ്ട്. എന്തൊരു ലജ്ജ അവളുടെ അകത്ത് കേറിയിട്ടുണ്ട്. അവളുടെ അകത്ത് ഭയം കേറിയിട്ടുണ്ട്. അവളുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ നോക്കിയാല് എല്ലാ മെഷീൻസും പൊട്ടിച്ചു പോകുന്ന വണ്ണമായിരുന്നായിരിക്കും അവളുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ. അവളുടെ ആ അവസ്ഥ നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അത്രയും ജനക്കൂട്ടത്തിന്റെ നടുവിൽ കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് കുറ്റപ്പെടുത്തി വിരല് ചൂണ്ടി അവളെ പിടിച്ച് അവിടെ നിർത്തിയിട്ട്, എന്നിട്ട് അത് മാത്രമല്ല, നിയമം പുറത്തിറക്കിക്കൊണ്ട് വന്നിട്ട് അവര് പറയുക, മോശയുടെ നിയമം പറയുന്നു, ഇവളെ കല്ലെറിയണം. കല്ലെറിഞ്ഞാൽ കൊല്ലാൻ വേണ്ടിയാ കല്ലെറിയുന്നത്. അപ്പൊ അവളുടെ മനോഭാവം, അവൾക്ക് ലജ്ജ തോന്നുന്നു, നാണക്കേട്, അവൾക്ക് എങ്ങനെയും ഒന്ന് മരിച്ചാൽ മതി എന്നൊക്കെ ചിന്ത വന്നിട്ടുണ്ടാവും അല്ലേ? എന്തൊക്കെ വല്ലാത്തൊരവസ്ഥ. പക്ഷെ കുറ്റത്തിൽ കൂട്ടുകാരനായവനെ അവിടെ ഒന്നും നമ്മൾ കാണുന്നില്ല, കൊണ്ടൊന്നും നിർത്തിയിട്ടില്ല. വളരെ മോശമായ ഒരു അവസ്ഥ. എന്നിട്ട് അതിനകത്ത് ശരിക്കും നമ്മളത് കാണുന്നു, യേശുവിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു വഴിയും കൂടെ ആയിരുന്നു ഇത്. എന്താന്ന് വെച്ചാല് യേശുവിന്റെ സ്വഭാവം അവർക്കറിയാം. യേശു എല്ലായിടത്തും ആരെന്ത് ചെയ്താലും പറഞ്ഞാലും അവരെ ക്ഷമിക്കുകയും സ്നേഹിക്കുകയും വെറുതെ വിടുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണെന്ന് അവർക്കറിയാം. അപ്പം യേശു എന്തേലും വായിന്ന് വീണിട്ട് വേണം, പറഞ്ഞിട്ട് വേണം
ഇവർക്ക് യേശുവിന്റെ നേരെയും വിരൽ ചൂണ്ടി പലതും പറയുവാൻ വേണ്ടി പല 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 കുറ്റങ്ങള് യേശുവിന്റെ നേരെ ഉയർത്താനും അവർക്കൊരു കാര്യമായിരുന്നു. ഹല്ലേലൂയ. യേശു പറയുക, അവളെ കല്ലെറിയല്ല് എന്ന് പറഞ്ഞാൽ യേശുവിന്റെ നേരെ കുറ്റം വരും, യേശു മോശയുടെ കൽപ്പന ലംഘിക്കുവാണെന്ന്. അഥവാ യേശു പറയുക, നിങ്ങൾ കല്ലെറിഞ്ഞോ എന്ന് പറഞ്ഞാൽ റോമൻ ഗവൺമെന്റിന്റെ കീഴിലായിരുന്നു ഇസ്രായേലികൾ കിടന്നത്, റോമ ഗവൺമെന്റിന്റെ കീഴിൽ. അപ്പം റോമൻ ഗവൺമെന്റിന്റെ നിയമത്തിന്റെ എതിരെ യേശു പ്രവർത്തിച്ചു എന്നും ഇവർക്ക് കുറ്റാരോപണം യേശുവിന്റെ നേരെ ഉന്നയിക്കാം. അപ്പം കല്ലെറിയാൻ പറഞ്ഞാലും യേശുവിന്റെ മേൽ കുറ്റം വരും, കല്ലെറിയല്ലെന്ന് പറഞ്ഞാലും യേശുവിന്റെ മേൽ കുറ്റം വരും. അപ്പം ഒരു തെറ്റ് കൊണ്ടെന്ന് യേശുവിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് യേശുവിനെ അവരെ കുറ്റം ചെയ്യിപ്പിക്കാൻ വേണ്ടി അതും ശ്രമം. അപ്പം പല വിധത്തിലായിരുന്നു ഇവരുടെ ആലോചന. അപ്പം ഈ സ്ത്രീയെയും അവർക്ക് ഉപദ്രവിക്കണം, യേശുവിനെ അവർക്ക് ഉപദ്രവിക്കണം. ഒരു കല്ലും കൊണ്ട് 2 കിളികളെ താഴെയിടണം. അതായിരുന്നു ഇവരുടെ ഉദ്ദേശം. മൊത്തം മ്ലേച്ഛമായിരുന്നു ഇവരുടെ ഉദ്ദേശം. നമ്മളവിടെ കാണുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ യേശു ഭയങ്കര ബുദ്ധിശാലിയാ. യേശു ദൈവമാ അല്ലേ? അപ്പൊ യേശുവിന്റെ അകത്ത് എന്ത് ബുദ്ധിയുണ്ട്? നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, കർത്താവേ, ഒരു വിഷയത്തിന്റെ നടുവിൽ ഞാൻ നിൽക്കുമ്പം അങ്ങയുടെ ആ ജ്ഞാനവും ബുദ്ധിയും എൻ്റെ അകത്ത് ഇട്ടു തരണം. ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. യേശു അത് കൈകാര്യം ചെയ്യുന്ന എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട്, എത്ര മനോഹരമായിട്ടാ യേശു ആ വിഷയം കൈകാര്യം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ യേശു പറയാ, നിങ്ങൾ കല്ലെറിയല്ലെന്ന് പറഞ്ഞാൽ ഇവർ യേശുവിനെ കുറ്റപ്പെടുത്തും, മോശയുടെ നിയമം പൊട്ടിക്കുക എന്ന് പറയും. യേശു കല്ലെറിഞ്ഞു, എന്നാ ഇവളെ കുറ്റം ചെയ്തു, ശരി, ഇവളെ കല്ലെറിയ നിങ്ങള്, മോശയുടെ നിയമം അങ്ങനെയല്ലേ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇവര് റോമൻ ഗവൺമെന്റിനോട് യേശുവിനെ കുറിച്ച് ഒറ്റിക്കൊടുക്കും. അവര് പറയും, കണ്ടോ, നിങ്ങൾക്ക് പകരമായി നിയമം ഉണ്ടാക്കാൻ വേണ്ടൊരുത്തൻ നിൽക്കുന്നു, അവൻ കുറ്റക്കാരനാ എന്നും പറഞ്ഞു കൊടുത്തേനെ. അപ്പൊ യേശു അതിനകത്ത് എന്ത് ചെയ്തെന്ന് കണ്ടോ? യേശു മിണ്ടാതെ ഇരുന്നു. യേശു മിണ്ടാതെ ഇരുന്നിട്ട് യേശുവിന്റെ വിരലും കൊണ്ട് ആ മണ്ണിൽ എഴുതി. യേശു എന്തിനായിരിക്കും വിരലും കൊണ്ട് മണ്ണിൽ എഴുതിയത്? മണ്ണിൽ എഴുതുന്ന ഒന്നും നിൽക്കത്തില്ല. മണ്ണിൽ എഴുതുന്നതൊക്കെ അടുത്ത കാറ്റ് വരുമ്പം അതങ്ങ് പറന്നങ്ങ് പോകും. ബീച്ചിലൊക്കെ നമ്മൾ പോകുമ്പോൾ മണ്ണിൽ എഴുതി വെക്കും അല്ലെ? ബീച്ചിൽ എഴുതി വെക്കും. ഞാൻ എൻ്റെ മമ്മിയൊക്കെ എപ്പോഴും പറയും, നമുക്ക് എഴുതി വെക്കാം. എഴുതി വെക്കുമ്പോൾ നമ്മൾ എഴുതി വെക്കും തോറും കടൽ വന്നിട്ട് ഇങ്ങനെ അത് എഴുതി വെച്ചിരിക്കുന്ന മായ്ച്ചോണ്ട് പോകും. ശരിയാ, അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റാ. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ മമ്മി എപ്പോഴും പറയും, കേറ്റി 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 എഴുതാൻ പറയും. കേറ്റി കേറ്റി എഴുതുന്തോറും കടൽ കയറി 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 വരും. അപ്പൊ യേശു കർത്താവ് എന്ത് ചെയ്തേ? ആ മണ്ണിനകത്ത് എഴുതി വെച്ചപ്പം യേശു കാണിക്കുക, ഇത് വെറും കാറ്റത്ത് പറന്നു പോവേണ്ട കാര്യം, ഇത് വെറും മാഞ്ഞു പോകേണ്ട കാര്യമാണ്. വേറൊരു കാര്യം എനിക്ക് തോന്നുന്നു, അത് മറന്നു കളയേണ്ട കാര്യമാണ് അവള് ചെയ്തതും എടുത്തതും. എന്ന് വെച്ചാൽ മണ്ണിൽ എഴുതി വെച്ച് അതങ്ങ് മാഞ്ഞു പോയി, പിന്നെ അത് ഒരിക്കലും ഓർമ്മയിൽ നിൽക്കത്തില്ല. കല്ലിൽ കൊത്തിയ കൽപ്പനയാണ് വ്യഭിചാരം ചെയ്താൽ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന്. പക്ഷെ യേശു പറയുക, കല്ലിലല്ല മണ്ണിനകത്ത് എഴുതി വെക്കുന്നേ. മണ്ണിൽ എഴുതി വെച്ചാല് തെളിവില്ല, പോയി, മാഞ്ഞു പോയി. അതേസമയം കല്ലിൽ എഴുതി വെച്ചാലോ അതിന് തെളിവുണ്ട്. അപ്പൊ ഇവര് കൊണ്ടുവന്നത് കല്ലിൽ എഴുതി വെച്ച കൽപ്പനകള് അവര് കൂട്ടിക്കൊണ്ട് വന്നു. എന്നിട്ടാ പറഞ്ഞേ ഇവളെ കൊല്ലണം എന്ന്. ഇന്നും ലോകത്ത് പലയിടങ്ങളിലും, നമ്മുടെ കുടുംബങ്ങളെ ഒന്ന് നോക്കാം. നമ്മുടെ കുടുംബത്തിനകത്തൊക്കെ ഏതേലും വളയ്ക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ച് ഭവനം ഒരു പ്രിസൺ പോലെ ആക്കി തീർത്തിട്ടുണ്ടോ എവിടെങ്കിലും? ഹല്ലിയ. കുടുംബം എവിടെങ്കിലും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ പറ്റാത്ത ഒരു ഇടമാക്കി വെച്ചിട്ടുണ്ടോ? നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് പരിശോധിക്കാം. നമ്മുടെ ഹൃദയങ്ങൾക്കകത്ത് ഒട്ടും ഫ്ലെക്സിബിൾ അല്ലാത്ത വണ്ണം, ഒരു അയവും മയവും ഇല്ലാത്ത വണ്ണം എവിടെങ്കിലുമൊക്കെ നമ്മൾ പിടിച്ച് നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടോ? അങ്ങനെയൊന്നും പാടില്ല, ഞാൻ പറയുന്നത് പോലെ നടക്കണം, അല്ലെങ്കിൽ ഇതേ കാഴ്ചപ്പാടിലേ നടക്കാവൂ, ഇങ്ങനെ മാത്രമേ ഇത് നടക്കാവൂ എന്നൊക്കെ പറയുന്ന ഏതെങ്കിലും മേഖലയുണ്ടോ? ഒന്ന് പരിശോധിക്കണം. ഈ വാക്യത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പം നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം. എപ്പോഴും യേശു കർത്താവിന്റെ സകല പഠിപ്പീരും സകലതും, ബൈബിളിനകത്തുള്ള സകല കാര്യവും അത് പൊതുവെ പറഞ്ഞിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനകത്തും ആപ്ലിക്കബിളാ. ഇന്ന് എവിടെങ്കിലും ഒക്കെ നമ്മളും നിയമം എന്ന് വെച്ചാൽ അവര് പറഞ്ഞൊരു കാര്യമുണ്ട്. യേശുവിനോട് പറയാ, the law of Moses says to stone her. കണ്ടോ?
അവര് 5-ാം വാക്യം 4-5 വാക്യത്തിനകത്ത് ഈ നിയമപണ്ഡിതന്മാർ വന്നിട്ട്, ഫരിശ്യരും അവരെല്ലാരും വന്നിട്ട് പറയുക, മോശയുടെ കൽപ്പന ഇങ്ങനെയാ പറയുന്നത്, അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. ഇനി നീ എന്തുവാ പറയുന്നേ എന്നാ ചോദിക്കുന്നത്. കണ്ടോ, അവർക്ക് ആ നിയമത്തിന്റെ അപ്പുറത്തുനിന്ന് അവർക്ക് ഇടത്തോട്ടും വലത്തോട്ടും തിരിയാൻ അറിയത്തില്ല. അവര് ഫ്ലെക്സിബിൾ അല്ലായിരുന്നു. ഇന്ന് നമ്മള് ദൈവരാജ്യത്തിന് വേണ്ടി നമ്മളൊന്നും കോംപ്രമൈസ് ചെയ്യല്ലേ. പക്ഷെ എവിടെങ്കിലും ഒക്കെ ആരെങ്കിലും രക്ഷപ്പെടുവെന്നുണ്ടെങ്കിൽ വിട്ടുകൊടുക്കാനും ഒന്ന് അയഞ്ഞു നിൽക്കാനും ഒന്നൊരിച്ചിരി ചിലതൊക്കെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സ്നേഹം കൊടുക്കാനും തയ്യാറാകണം. എവിടെയെങ്കിലുമൊക്കെ അല്ല നമ്മൾ മസിലൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവ് എന്ന് വെച്ചാൽ വചനം പറയുന്നു, കല്ലായ ഹൃദയങ്ങളെ മാംസതളമാക്കുന്നതാ ദൈവം. യേശുവിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവ് ഒരുവന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഹൃദയങ്ങള് കല്ല് പോലെയല്ല, ഭയങ്കര മസില് പിടിച്ച് ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനും മറിയാനും പാടില്ല എന്ന് പറഞ്ഞല്ല, വിട്ടുകൊടുത്ത് ദൈവരാജ്യത്തിനേക്ക് നയിക്കുന്നവരായി തീരുക ചെയ്യേണ്ടത്. ഇവരൊരു പ്രകാരവും ആ പാപം ചെയ്ത സ്ത്രീയെ ദൈവരാജ്യത്തിലേക്ക് അവർക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റത്തില്ല. അവരുടെ ആ നിയമങ്ങളും കൊണ്ട് അവരുടെ നിയമം കുറ്റം ചൂണ്ടിക്കാണിക്കുന്ന, അവരുടെ നിയമം കുറ്റപ്പെടുത്തുന്നതായിരുന്നു. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും നമ്മളുടെ മനോഭാവങ്ങളും കാഴ്ചപ്പാടുകളും സംസാരങ്ങളും കൊടുക്കൽ വാങ്ങലും ഒക്കെ മറ്റുള്ളവരെ കഴിയുന്നതും അവരുടെ കുറ്റം ചൂണ്ടിക്കാണിക്കുന്നതാണെങ്കിൽ നമ്മൾ ഇന്നും പഴയ നിയമത്തിൽ കിടക്കുന്നവരാ. നമ്മൾ ഇന്നും നിയമത്തിന്റെ കീഴിലാ. നിയമം വളർത്തത്തില്ല, നിയമം കൊല്ലത്തേ ഉള്ളൂ. സ്തോത്രം. മറക്കല്ലേ, വചനമാണത്. നിയമം വളർത്തുവല്ല, നിയമം കൊല്ലുക ചെയ്യുന്നത്. നിയമം ആരെ അഭിഷേകം ചെയ്തിട്ടില്ല, നിയമം ആരെ നേരെയാക്കിയിട്ടില്ല. നിയമത്തിന്റെ ജോലി കുറ്റം കണ്ടുപിടിക്കുന്നത് മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഇന്ന് കുറ്റം കണ്ടുപിടിക്കാൻ ഒരുത്തനുണ്ട്, പിശാചെന്ന് പറഞ്ഞ ഒരുത്തനുണ്ട് കുറ്റം കണ്ടുപിടിക്കാൻ. വചനം പറയുന്നു, നിങ്ങളെ കുറ്റം വിധിക്കുന്നവനായ സാത്താൻ, അല്ലെ വെളിപാട് പുസ്തകം പറയുന്നു, സഹോദരന്മാരെ കുറ്റം വിധിക്കുന്നവനായവൻ. അപ്പം കുറ്റം പറച്ചിൽ ആരുടെ ജോലിയാ? കുറ്റം കണ്ടുപിടിക്കുകയും ഒക്കെ. ഇന്ന് എവിടെയെങ്കിലും അങ്ങനെയൊക്കെ ഇന്നൊന്ന് ഹൃദയങ്ങളെ പരിശോധിക്കണേ. ദൈവവചനം വെറുതെ പറഞ്ഞു പോവല്ല. ദൈവവചനം നമ്മുടെ ജീവിതത്തിനെ കണ്ണാടി പോലെ, കണ്ണാടിയുടെ മുമ്പിൽ കൊണ്ടിരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ ചിന്തകള്, കാഴ്ചപ്പാട്, സ്വഭാവങ്ങള്, സംസാരങ്ങള്, കൊടുക്കൽ വാങ്ങല് ഒക്കെ ഇന്ന് മുന്നിൽ കൊണ്ടുവരണം. അപ്പം യേശു അവിടെ എഴുതി വെച്ച് 7-ാം വാക്യത്തിനകത്ത് പറയുന്നു, John 8:7, അവര് വീണ്ടും 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 യേശുവിനെ ഇങ്ങനെ കുത്തിക്കോണ്ടിരുന്നു. ഞങ്ങളോട് എന്തെങ്കിലും പറ, നീ എന്താ ഇതിന് പറയുന്നേ, ഞാൻ സംസാരിക്കുക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം യേശുവിടെ ഒരു കാര്യം പറഞ്ഞു, ശരി, നിങ്ങളുടെ ഇടയില് ഒരിക്കലും കുറ്റം ചെയ്തിട്ടില്ലാത്തവൻ ആദ്യത്തെ കല്ലെറിയട്ട്. സ്തോത്രം. അങ്ങനെ പറഞ്ഞപ്പം നമ്മൾ കുറച്ച് കഴിയുമ്പം കാണുന്നു ഒരു വ്യക്തി പോലും അവിടെ നിൽപ്പില്ല. എല്ലാരും ഓടിപ്പോയി. എല്ലാരും പാമ്പ് എഴിഞ്ഞു പോകുന്നത് പോലെ എല്ലാരും എഴിഞ്ഞുപോയി. നമ്മളൊക്കെ മറ്റുള്ളവരുടെ ഒക്കെ ജീവിതത്തിനകത്ത്, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു കാര്യമൊക്കെ നമ്മളിങ്ങനെ ഭയങ്കര കുറ്റം കണ്ട്, ക്രിറ്റിക്കൽ ഐ എന്നാ അതിന് പറയുന്നത്. നമ്മൾ ആ ഒരു ക്രിറ്റിസിസത്തോടെ അവിടെ കുറ്റം കണ്ടുപിടിക്കണം, തെറ്റ് കണ്ടുപിടിക്കണം എന്നുള്ള നോട്ടത്തിലൂടെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിനകത്ത് എല്ലാം കുറ്റം കണ്ടുപിടിക്കാനേ പിന്നെ സമയമുള്ളൂ. നമ്മൾക്ക് ആരെയും പണിയാൻ പറ്റത്തില്ല, തകർക്കാനേ പറ്റത്തുള്ളൂ. അവരുടെ കുറ്റം പറച്ചില്, അവരുടെ കുറ്റം കണ്ടുപിടിക്കല് ആ സ്ത്രീയെ പണിതില്ല. അവളുടെ അകത്ത് ഭീതി, അവളുടെ അകത്ത് ഭയം, നിരാശ, വലിയ കുറ്റബോധം ഒക്കെയാ കൊണ്ടുവന്നത്. പ്രത്യാശയില്ലാത്ത അവസ്ഥയാ കൊണ്ടുവന്നത്. പക്ഷെ യേശു ചെയ്തതോ, യേശു അവളോട് തിരിഞ്ഞിട്ട് പറയുക, അവളോട് ചോദിക്കുക, എന്തിയേ നിന്നെ കുറ്റം വിധിച്ചവരല്ല? അവരെല്ലാം മുങ്ങിപ്പോയി. നിന്നെ കുറ്റം വിധിച്ചവരെല്ലാം എന്തിയേ? അവരെ ഒന്നും കണ്ടില്ലല്ലോ, അവരാരും നിന്നെ കുറ്റപ്പെടുത്തിയില്ലല്ലോ. അപ്പൊ അവള് പറയാ, ഇല്ല, ആരും എന്നെ കുറ്റപ്പെടുത്തില്ല. അപ്പൊ യേശു കർത്താവ് പറയാ, ശരി, ഞാനും നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല, നീ മേലിൽ പാപം ചെയ്യല്ലേ. അപ്പം യേശുവിന്റെ ആ സ്വഭാവം അവളെ ദൈവരാജ്യത്തിനകത്തേക്ക് അടുപ്പിച്ചു. അവളുടെ പാപം വെടിയാനായിട്ട് അവളുടെ ഹൃദയത്തിനകത്ത് ഒരു ആഗ്രഹം കൊടുത്തു. അവൾക്ക് നേരെ ആകണം എന്നുള്ള ചിന്ത കൊടുത്തു. കണ്ടോ? അപ്പം രണ്ടുപേരുടെ അപ്രോച്ച് നോക്കിക്കേ. ഫരിശ്യരുടെയും
ഒക്കെ സ്വഭാവം അവളുടെ അകത്ത് ഭീതി കൊണ്ടുവന്നു, ദൈവത്തിനെ കുറിച്ചുള്ള ഭയപ്പാടുള്ള കാഴ്ചപ്പാട് കൊണ്ടുവന്നു, പലതും കൊണ്ടുവന്നു അല്ലേ. പക്ഷെ യേശുവിന്റെ ഇടപെടലോ അവളുടെ അകത്ത് സമാധാനം കൊണ്ടുവന്നു. അവൾ ഇനി മേലിൽ പാപം ചെയ്യത്തില്ല എന്നുള്ളൊരു തീരുമാനം അവളുടെ അകത്ത് വന്നു. അതല്ലേ മരിയ, മഗ്ദലിനക്കാരി മരിയ, അവള് യേശുവിന്റെ കാല് ചുംബിച്ച് കണ്ണുനീരും കൊണ്ട് തുടച്ച് കഴുകി മുടിയും കൊണ്ട് ഒപ്പി എണ്ണ അഭിഷേകം കൊണ്ട് പൂശി കാലെ പൂശി അങ്ങനെയൊക്കെ ചെയ്ത് യേശുവിന്റെ കാല് ചുംബിക്കുമ്പോ അവളെ കുറിച്ച് പറയുന്നത് എന്തുവാ? അവളിൽ നിന്ന് 7 ഭൂതങ്ങളെ ഇറക്കിയതിന്റെ ആ സ്നേഹം അവള് പ്രകടിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ അവളുടെ ജീവിതം മ്ലേച്ഛതയ്ക്കകത്ത് കിടന്ന അഴുക്കായിരുന്നു. നിയമം അവളെ കുറ്റപ്പെടുത്തി കൊന്നുകളഞ്ഞേനെ. പക്ഷെ യേശു കർത്താവ് അവളോട് കാണിച്ച സ്നേഹം കൊണ്ട് അവളുടെ അകത്ത് കിടന്ന് 7 പാപങ്ങള് അവളെ വിട്ടുപോയി. ഓരോ ഭൂതം അവളെ കൊണ്ട് ഓരോ പാപമാ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നേ. അവളുടെ അകത്ത് കിടന്ന ആ കെട്ട് പൊട്ടി പോയി. അവള് രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ടത് ഓർത്താണ് അവൾ യേശുവിന്റെ കാല് ചുംബിച്ചോണ്ടേയിരുന്നേ. പക്ഷെ നിയമം അവളെ കുറ്റപ്പെടുത്തി അവളെ കൊന്നുകളഞ്ഞേനെ. അവൾക്കൊരു അവസരം കൊടുക്കത്തില്ലായിരുന്നു. സ്നേഹമോ അവളെ ജീവിപ്പിച്ചു, വളർത്തിയെടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെ വിളിച്ചിരിക്കുന്നത് സ്നേഹിക്കാനാ. നമ്മളെ വിളിച്ചിരിക്കുന്നത് കുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കാനല്ല. നമ്മളെ വിളിച്ചിരിക്കുന്നത് ആ കുറ്റങ്ങളെ സ്നേഹം കൊടുത്ത് മറന്നു കളഞ്ഞ്, കുറ്റങ്ങളെ മറന്നു കളഞ്ഞ് സ്നേഹം കൊടുത്ത് ആ വ്യക്തിയെ നേരെയാക്കിക്കൊണ്ടിരിക്കാനാ. എഫെസ്യരുടെ ലേഖനം 4-ാം അധ്യായം 32-ാം വാക്യം, ഹല്ലേലൂയ, 32-ാം വാക്യം പറയുന്നു, ബി കൈൻഡ് ടു ഈച്ച് അതർ, tender hearted, forgiving one another, just as God through Christ has forgiven you. കണ്ടോ? യേശു കർത്താവ് നമ്മളോട് ക്ഷമിച്ചതുപോലെ ഹല്ലിയ നമ്മളും വാക്യം ഒന്ന് വായിച്ചേ, 32. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവും നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുകയും. അന്യോന്യം ക്ഷമിക്കാനാ നമ്മളോട് പറയുന്നേ. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരുടെ ഇടയില് സാധാരണ നമ്മള് പലപ്പോഴും എന്താ എടുത്തു ചാടി പിള്ളേരൊക്കെ തെറ്റൊക്കെ ചെയ്യുമ്പോൾ അവരെ കുറെ വഴക്കൊക്കെ പറഞ്ഞ് അവരെ ക്ലാസ്സിന്റെ മുമ്പിലൊക്കെ എഴുന്നേപ്പിച്ച് നിന്ന് മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ അവരെ കുറ്റപ്പെടുത്തി അവരൊരിക്കലും നേരെയാവത്തില്ല. ഒന്നും കൂടെ റിബല്യസ് ആകത്തേ ഉള്ളൂ. അവര് പിന്നെയും അതിനപ്പുറം ചെയ്യും. എന്തിനാണെന്നറിയോ? അവർക്ക് ഒരു രസമാ ടീച്ചറിനെ ദേഷ്യപ്പെടുത്തിയിട്ട് ക്ലാസ്സിൽ ചിരിയും കളിയാക്കലും കൊണ്ടുവരാൻ. അത് അവരുടെ നേച്ചറായി തീരും. പക്ഷെ അവരെ അത് കണ്ടില്ല എന്നൊന്ന് വെച്ചിട്ട് അവരെ ആ ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തു വിളിച്ച് ഒന്ന് ഗുണദോഷിച്ച് അവരെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് വഴക്ക് പറഞ്ഞ് അവരോട് പറയാ, എനിക്ക് നിന്റെ അകത്തുനിന്ന് എനിക്ക് കൂടുതൽ പ്രതീക്ഷയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അടുത്ത ദിവസം തൊട്ട് ആ കുട്ടി ഏറ്റവും മുമ്പിൽ വന്ന് നല്ല അനുസരണയുള്ള കുട്ടിയായിട്ടിരുന്ന് ടീച്ചറിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മുമ്പിൽ വന്നിരുന്ന് പഠിക്കുന്നത് കാണാൻ സാധിക്കും. അത്ഭുതമാ, ഞാൻ കണ്ടിട്ടുണ്ട്. എന്നോടൊരു കുട്ടി വന്നിട്ട് ഇങ്ങനെ ഒരു അനുസരണ ഇല്ലാത്തൊരു കുട്ടി വന്ന് ഇങ്ങനെ ഗുണദോഷിച്ച് കഴിഞ്ഞപ്പോൾ അവൻ അടുത്ത ദിവസം തൊട്ട് പുറകിലിരുന്നവൻ മുമ്പിൽ വന്നിരുന്ന് അവന് എഴുതാനും പഠിക്കാനും. അപ്പൊ ഞാൻ തന്നെ ഓർത്തത് അതിശയമാണല്ലോ. എന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പം വന്നിട്ട് എന്നോട് ചോദിക്കാം, മാം കണ്ടോ ഞാനിപ്പം മുമ്പിൽ വന്നൊക്കെ ഇരുന്ന് നോട്ട്സ് എഴുതുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ട്, എനിക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടമായി നീ അങ്ങനെ ചെയ്തതും കൊണ്ട്. ഇപ്പൊ ഈ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് നടന്ന. അപ്പം അവനങ്ങ് ഭയങ്കര ഇഷ്ടമായി അവന്. എന്നിട്ട് അത് കഴിഞ്ഞപ്പോ ഒരു തവണ അവന്റെ ഫാദർ വിളിച്ചപ്പം പറയാ, അവൻ മാമിന്റെ സബ്ജക്റ്റ് മാത്രമേ പഠിക്കത്തുള്ളൂ, വേറെ ഒരു സബ്ജക്റ്റും അവൻ പഠിക്കത്തില്ല. കറക്റ്റാ, അവന് അതിനകത്ത് മാത്രമേ അവന് മാർക്കുള്ളൂ, വേറെ ഒരു സബ്ജക്റ്റിനകത്തും അവൻ മാർക്കില്ല. അവന് ഭയങ്കര ഒരു തലതെറിച്ച ഒരു സാധനമാണ്. മറ്റ് ടീച്ചേഴ്സൊക്കെ അവന്റെ തനി രൂപം കാണാറുണ്ട്. പക്ഷെ എൻ്റെ ക്ലാസ്സിൽ അവൻ ഏറ്റവും ഫ്രണ്ടിൽ വന്നിരുന്ന് നോട്ട്ബുക്ക് ഒക്കെ തുറന്നു വെച്ച് അവന് എഴുതി പഠിച്ച് നല്ല കുട്ടിയാ. എന്നിട്ട് അവൻ എവിടെയെങ്കിലും മാർക്ക് കുറഞ്ഞാൽ അവൻ എന്നിട്ട് വന്നിട്ട് എന്നോട് പറയും, മാമിന്റെ പ്രതീക്ഷകളെ തകർത്തതിന് ക്ഷമിക്കണം കേട്ടോ, ഞാൻ അടുത്ത തവണ ഒന്നും കൂടെ നല്ലതായിട്ട് എഴുതാം. ഞാൻ ഇവനെ നോക്കിയിട്ട് ഞാൻ അതിശയിക്കും, ഞാൻ ഓർക്കും ഇവൻ തന്നെയല്ലേ എന്നോർക്കും. പക്ഷെ അവനോട് ഭയങ്കര സ്നേഹമായിട്ട് ഇടപെടുമ്പോൾ അവനെ അത് നല്ലതാക്കിക്കൊണ്ടിരിക്കുക ചെയ്തത്. നമ്മുടെ കുടുംബങ്ങൾക്കകത്ത്, നമ്മുടെ കൊടുക്കൽ വാങ്ങലിൽ, നമ്മുടെ ജീവിതങ്ങൾക്കകത്തൊക്കെ നമ്മുടെ ജോലി എന്താണ്? എല്ലാ കുറ്റങ്ങളും കണ്ടുപിടിച്ച് നിരത്തി വെച്ചിട്ട് നമ്മള് വിളിച്ചു പറഞ്ഞ് നേരെയാക്കാമെന്നാണോ? നടക്കത്തില്ലെന്നേ.
അത് പിന്നെയും 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 നമ്മുടെ കണ്ണിനെ പിശാചി കാണിച്ചുകൊണ്ടേയിരിക്കും, കുറ്റങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും. കേട്ടോ, വചനം പറയുന്നത് ഹല്ലിയ, നിങ്ങൾ എഫെസ്യർ 4:32 പറയുന്നു. ഹല്ലിയ, എന്താ പറഞ്ഞത്? നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക, നിങ്ങൾ ക്ഷമിക്കുക. 1 പത്രോസ് 4:8 പറയുന്നു. 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ലവ് കവേഴ്സ് എ മൾട്ടിറ്റ്യൂഡ് ഓഫ് സിൻസ്. വായിച്ചേ. സകലത്തിനും മുമ്പേ തമ്മിൽ തമ്മിൽ ഉറ്റു സ്നേഹമുള്ളവരായി ഇരിക്കുവാൻ. നിരവധി ആ പാപങ്ങളെ സ്നേഹം എന്ത് ചെയ്യുന്നു? നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ചിലപ്പം. അവരെന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളൊക്കെ ചെയ്താൽ അറിയാം അത് കുറ്റമാണെന്ന്, അവരെ മാറ്റി നിർത്തി ഗുണദോഷിക്കാറുമുണ്ട്. പക്ഷെ ആരെങ്കിലും ഒക്കെ അത് പബ്ലിക്കായിട്ടും ഒക്കെ പറയുകയോ എടുക്കുകയോ വല്ലതും ചെയ്യുകയാണെങ്കിൽ ഞാൻ അവരുടെ മുൻപിൽ വെച്ച് അവരെ ഞാനത് മറയ്ക്കും. എന്താണെന്നറിയോ? അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിനകത്ത് ഇതൊരു നൊമ്പരമായി കിടക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ, അല്ലെങ്കിൽ ചിലപ്പം വീട്ടുകാർ തന്നെയാ, പക്ഷെ അവരുടെ മുമ്പില് എന്റെ കുറ്റം മാത്രം വെളിപ്പെടുത്തി, എന്റെ കുറ്റം മാത്രം വെളിപ്പെടുത്തും തോറും വളർച്ച ഉണ്ടാവത്തില്ല, മുരടിച്ചു പോകത്തേ ഉള്ളൂ. പക്ഷെ യേശു ചെയ്തത് നോക്ക്. ആ വ്യഭിചാരി, അവള് വ്യഭിചാരമാ ചെയ്തത്, അവള് മഹാകുറ്റമാ ചെയ്തത്. നിയമപ്രകാരം അവളെ പലതും നിയമമാത്, പക്ഷെ നിയമം നേരെയാക്കത്തില്ല. നിയമം കൊല്ലാനാണെന്നാ എഴുതി വച്ചിരിക്കുക, വചനം എഴുതി വെച്ചിരിക്കുക. നിയമം കൊല്ലത്ത് മാത്രമേ ഉള്ളൂ എന്നാ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ്. പക്ഷെ സ്നേഹമോ വളർത്തിയെടുക്കും. ആ സ്നേഹം അവിടെ കൊടുത്തപ്പം ഒരിക്കലും അവള് പിന്നെ പാപത്തിൽ പോകത്തില്ല. ഹല്ലിയ. സ്നേഹം വിളിച്ചിരിക്കുന്ന പ്രോവേർബ്സ് 19:11 നമുക്ക് ശ്രദ്ധിക്കാം. സദൃശ്യവാക്യങ്ങള് 19-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. Proverbs chapter 19 verse number 11. Sensible people control their temper. They earn respect by overlooking wrongs. എന്ന് വെച്ചേ. വിവേകബുദ്ധിയാൽ മനുഷ്യന് ദീർഘക്ഷമ വരുന്നു. വിവേകബുദ്ധിയാൽ മനുഷ്യന് ദീർഘക്ഷമ വരുന്നത്. നമ്മൾ കൈകാര്യം ചെയ്യുന്ന എല്ലാം ദീർഘക്ഷമയോടെയാണോ? അത് കാണുന്നത് അനുസരിച്ച് റൂട്ട് എന്ന് പറഞ്ഞ് മെഷീൻ ഗൺ പോലെയാണോ വെടിവെച്ചുകൊണ്ട് പോകുന്നത്? ഒന്നും കൂടെ വായിച്ചേ. ദീർഘക്ഷമയുള്ളവൻ ലംഘനം ക്ഷമിക്കുന്നത് അവന് ഭൂഷണം. They earn respect by overlooking wrongs. കണ്ടോ, അവര് വിവരമുള്ളവരാ, ജ്ഞാനികളാ. ഹല്ലേലൂയ. ബുദ്ധിശാലികൾ. അവരെന്ത് ചെയ്യുന്നു? കുറ്റം കണ്ടു, അവര് മാറ്റി നിർത്തി ഉപദേശിക്കും. നിയമം ചെയ്യുന്നത് പോലെ പബ്ലിക് ആയിട്ട് വിധിക്കുവല്ല ചെയ്യുന്നത്. യേശു കണ്ടോ, മാറ്റി നിർത്തി അവളോട് പറയാ, നീ മേലിൽ പാപം ചെയ്യല്ലേ. കണ്ടോ യേശുവിന്റെ ആ മനോഭാവം. യേശു എത്ര അറിവും ജ്ഞാനവും മനസ്സലിവുമുള്ള ദൈവമാ, സ്നേഹമാ ഇത് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം എവിടെങ്കിലുമൊക്കെ ഹൃദയത്തിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, എവിടെങ്കിലുമൊക്കെ ഞാനൊന്നൊരു മയമാകണം, ഞാൻ നിയമമാണോ അതോ സ്നേഹമാണോ? നിയമം രക്ഷിക്കത്തില്ല, നിയമം കൊല്ലത്ത് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അതിനെ നിയമം ഇല്ലായ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. നിയമം ഉള്ളത് കുറ്റം കണ്ടുപിടിച്ചിട്ട് ശിക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് നിയമം ഇരിക്കുന്നത്. പക്ഷെ സ്നേഹമോ? സ്നേഹം സകല പാപത്തിനെയും മറയ്ക്കും. ഹല്ലേലൂയ. സ്നേഹം എല്ലാ കുറ്റങ്ങളെയും ക്ഷമിക്കും. സ്നേഹം ഉപദേശിക്കും. സ്നേഹം കരുതും. സ്നേഹം ഓർക്കും, അയ്യോ ഞാനും ആ അവസ്ഥയിലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്തോ ആയിരുന്നേനെ എന്ന് സ്നേഹം ഓർക്കും. പക്ഷെ നിയമമോ? നിയമം പറയും 10 പേരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം ഇത് തെറ്റാന്ന്, ഞാൻ വിധികർത്താവാ എന്ന് നിയമം പറയും, അല്ലേ? പക്ഷെ സ്നേഹം പറയും, അയ്യോ ഇതിനെ എങ്ങനെയും ഒന്ന് രക്ഷപ്പെടുത്തണം, ഇത് നശിച്ചു പോകല്ലേ, ഇത് തീർന്നു പോകരുത്, ഇത് ഇല്ലായ്മപ്പെട്ടു പോകല്ലേ, എനിക്കിതിനെ നേരെയാക്കിയെടുക്കണം. ഹല്ലേലൂയ. ഇന്നൊന്ന് പ്രാർത്ഥിക്കാം, ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. ഇന്ന് കണ്ണുകൾ അടയ്ക്കുമ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞേ, പരിശുദ്ധാത്മാവേ, അങ്ങ് മൊത്തം സ്നേഹമാ, അങ്ങ് സ്നേഹത്തിലൂടെ എല്ലാം കൈകാര്യം ചെയ്ത് നേരെയാക്കുന്നത് പോലെ എന്നെയും ഒന്ന് സഹായിക്കണമേ. ഒന്ന് പ്രാർത്ഥിച്ചേ. ആരാ കുറ്റം വിധിക്കുന്നേ? പുതിയ നിയമം പറയുന്നു, പിശാച കുറ്റം വിധിക്കുന്നവൻ. ഹല്ലേലൂയ. കുറ്റം കണ്ടുപിടിക്കാൻ തൻ്റെ സഹോദരങ്ങളുടെ, തൻ്റെ കൂടപ്പുറപ്പുകളുടെ, തൻ്റെ കൂട്ടുകാരുടെ, കൂടെ നടക്കുന്നവരുടെ, കുടുംബത്തിനകത്തുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നത് പിശാചിന്റെ ജോലി. ഇന്ന് കുറ്റം കണ്ടുപിടിക്കാൻ നമ്മളെ ആരും ആക്കിയിട്ടില്ല. കുറ്റം കണ്ടുപിടിച്ചാൽ ആ കുറ്റത്തിനെ പബ്ലിക്കാക്കി ബലൂൺ വീർപ്പിക്കുന്ന പോലെ വീർത്തിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനും വിളിച്ചിട്ടില്ല. കുറ്റം കണ്ടാൽ വചനം പറയുന്നു, രഹസ്യമായി പോയി അവനെ ഉപദേശിക്കാനാ പറയുന്നത്. അവൻ പാപം ചെയ്താൽ രഹസ്യമായി അവനെ ഉപദേശിക്ക്, അവനോട് ക്ഷമിക്ക്, 70 തവണ എന്ന് പറഞ്ഞ് ക്ഷമിക്ക്. ഹല്ലേലൂയ. വിട്ടുകൊടുക്ക്. ആ സ്നേഹവും ക്ഷമയും
അവനെ ഹല്ലേലൂയ ക്രിസ്തുവിലേക്ക് നയിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് എവിടെങ്കിലും വിട്ടുകൊടുക്കാനുണ്ടെങ്കിൽ, എവിടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ, എവിടെങ്കിലും ക്രിസ്തുവിന്റെ ഈ സ്നേഹമല്ലാത്ത സ്നേഹമാ കാണിക്കുന്നെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തണം യേശുവിൻ നാമത്തിൽ തന്നെ.